ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ തന്നെ മാറിപ്പോവാറുണ്ട്. ആരെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട്, ആരെങ്കിലുമൊക്കെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്തു പോകാറുണ്ട്. മനുഷ്യൻ്റെ ചില അടിസ്ഥാന ആവശ്യങ്ങളാണ് അറ്റൻഷൻ കിട്ടുക, ബഹുമാനം കിട്ടുക, അംഗീകാരം കിട്ടുക എന്നുള്ളതൊക്കെ. പക്ഷേ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നന്നായിട്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും ചെയ്തു തീർക്കാനും മികച്ച രീതിയിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാനും പറ്റാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ കാര്യത്തിലോ അത് നന്നായിട്ട് ചെയ്തു തീർക്കുന്നതിലോ അല്ല, അത് മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ്. അതിലൂടെ നമുക്ക് ബഹുമാനം കിട്ടുന്നതിലാണ്. എയർപ്ലെയിൻസ് ബിൽഡ് ചെയ്ത റൈറ്റ് ബ്രദേഴ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ റൈറ്റ് ബ്രദേഴ്സ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സാമുവൽ ലാംഗ്ലി എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബഹുമാനിതനായ, വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. വാർ ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് പണിയാനായിട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് പത്രം അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവെപ്പും അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പണക്കാരനാവുക, പ്രശസ്തനാവുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളിൽ ആദ്യം നിൽക്കുന്നത് സ്വാർത്ഥതയാണ്. രണ്ടാമത് മാത്രമാണ് ഈ വിമാനം കണ്ടുപിടിക്കുക, വിമാനം ആകാശത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യം. പക്ഷേ റൈറ്റ് ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഓർവിലും വിൽബറും ഇവരൊരു സൈക്കിൾ കടയാണ് നടത്തുന്നത്. ഇവരുടെ കയ്യിൽ പണമില്ല, ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സ് ഇല്ല, അവരുടെ സൈക്കിൾ കടയിൽ അധ്വാനിക്കുന്ന കൂട്ടുകാർ മാത്രമാണുള്ളത്. അവരെക്കുറിച്ച് ആർക്കും അറിയില്ല, ഒരു പത്രവും അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, അവർക്ക് ആ ഒരു സ്വപ്നവും വിഷനവും ഉണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രശസ്തനാവുക എന്നുള്ളതോ പണം സമ്പാദിക്കുക എന്നതായിരുന്നില്ല, വിമാനം ആകാശത്ത് എത്തിക്കുക എന്നതായിരുന്നു. അതിലൂടെ ലോകത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വാർത്ഥതയല്ല അവരെ നയിച്ചിരുന്നത്. അവരുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം തന്നെ ഈ വിമാനമായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തോറ്റിട്ടും ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കാരണം അവരുടെ സ്വപ്നത്തിൽ അവർക്ക് അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു, അത്രമാത്രം ആഴമുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും ആ സമയത്ത് ഒരു പത്രവും ഒരു മീഡിയ ചാനലും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ചുരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ മാറിപ്പോകുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മാറിപ്പോകുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാതെ വരും. മറ്റാരെങ്കിലുമൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറിപ്പോകാൻ തുടങ്ങും. ഒരു പരിധിക്കപ്പുറം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ലോകത്തിൽ വിജയികളായിട്ടുള്ള എല്ലാവരെയും വിജയത്തിലെത്തിച്ചിട്ടുള്ളത് വിഷനും ടീം വർക്കുമാണ്. അവർക്കെല്ലാവർക്കും ഒരു ബോധ്യമുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ ഒറ്റയ്ക്ക് ചെയ്യണം, തനിയെ ചെയ്യണമെന്ന സ്വാർത്ഥ ചിന്തയുള്ളവരുടെ ലോകം വളരെ ചുരുങ്ങിയതാണ്. പക്ഷേ വലിയ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നവർക്കറിയാം, ലോകം വളരെ വലുതാണ്, മനുഷ്യന് എത്തിപ്പിടിക്കാനുള്ള ദൂരം വളരെ വലുതാണ്. എത്രയെത്ര ആളുകൾ ഇതിലേക്ക് പാഷനേറ്റ് ആയിട്ട് വരുന്നു, അത്രയും ഗുണമാണ് ചെയ്യുന്നത്. എലോൺ മസ്കിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ആപ്പിൾ കമ്പനി കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയാൽ, ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയാൽ താങ്കൾക്കതൊരു വെല്ലുവിളിയാവില്ലേ എന്ന്. അപ്പോൾ എലോൺ മസ്ക് പറയുന്നുണ്ട്, ഇല്ല, അവരും അത് നിർമ്മിച്ചു തുടങ്ങണം, കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം ഇവരെ ഒന്നും നയിക്കുന്നത് ഇത് ചെയ്ത് എനിക്ക് പ്രശസ്തനാവണമെന്ന ചിന്തയല്ല, ഇത് ചെയ്യണമെന്ന ചിന്തയാണ്. ഇത് ഈ ലോകത്തിൽ സംഭവിക്കണം, ഇതൊരു ലോകത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയാണ്. അവർ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിൽ, അവർ കാണുന്ന ആ ഒരു സ്വപ്നത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. ആ സ്വപ്നത്തിൻ്റെ ആഴത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.